ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഉജ്ജ്വല പാചകവാതക സിലിണ്ടറുകളുടെ 300 രൂപ സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടി. കേന്ദ്ര ജീവനക്കാർക്ക് 4% DA വർധന. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച ഇന്ന്. വനിതകളിൽ നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഇന്ന് മഹാശിവരാത്രി. ആലുവ, മണപ്പുറത്തുൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ധരംശാല ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. കോവളം KTDC സമുദ്രയിൽ രാജാനക പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. 2:10 ശംഖുമുഖം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന ഉപരാഷ്ട്രപതി 2:30 കോവളത്തെത്തും. 3:50 എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെത്തും. 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വൈകിട്ട് 4 സോണിത്പൂർ ജില്ലയിലെ തേസ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ കാസിരംഗ നാഷണൽ പാർക്കിലും ടൈഗർ റിസർവിലുമെത്തും. പ്രഥമ ദേശീയ ക്രിയേറ്റേഴ്സ് പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സമ്മാനിക്കും. പരിസ്ഥിതി സുസ്ഥിരത, വിദ്യാഭ്യാസം, സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കൽ, ഗെയിമിംഗ് തുടങ്ങി 20 മേഖലകളിൽ സവിശേഷമായ മികവും സംഭാവനയും നൽകിയവർക്കാണ് പുരസ്കാരം നൽകുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ലഭിച്ച 1.5 ലക്ഷത്തിലധികം നോമിനേഷനുകളിൽ നിന്നും പൊതുജനങ്ങൾ വോട്ട് ചെയ്താണ് വിജയികളെ തെരഞ്ഞെടുത്തത്. നല്ല രാഷ്ട്രീയത്തിനും നല്ല സാമ്പത്തിക ശാസ്ത്രത്തിനും കൈകോർത്ത് മുന്നോട്ടു പോകാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ റിപ്പബ്ലിക് ഉച്ചകോടിയിൽ ഭാരതം അടുത്ത ദശകം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ശക്തമായ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ലോകത്തിന് വിശ്വാസത്തിന്റെ വിളക്കായി തുടരുന്നു. വികസിത ഭാരതത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ദശകം സുപ്രധാനമായിരിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി ഒരു വർഷത്തേക്ക് നീട്ടാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമകാലാശ്വാസവും വർദ്ധിപ്പിച്ചു. ഒരു റിപ്പോർട്ട്. ഉജ്ജ്വല യോജന വഴി സിലിണ്ടറിന്മേൽ 300 രൂപ സബ്സിഡി നൽകുന്നത് 2025 മാർച്ച് 31 വരെ നീട്ടുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14.2 കിലോ സിലിണ്ടർ 603 രൂപയ്ക്ക് ലഭിക്കും. പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് 12,000 കോടി രൂപ അധികമായി ചെലവാകും. 10.27 കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമകാലാശ്വാസവും 4% വർദ്ധിപ്പിച്ചു. ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ തീരുമാനം നടപ്പാക്കും. നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 46%മായ ക്ഷാമബത്ത ഇതോടെ 50%-ആയി ഉയർന്നു. HRAയും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിക്കും. 49 ലക്ഷം ജീവനക്കാർക്കും 68 ലക്ഷം പെൻഷൻകാർക്കുമാണ് പ്രയോജനം ലഭിക്കുക. നിർമ്മിത ബുദ്ധി വികസനത്തിനായി ഇന്ത്യ AI ദൌത്യത്തിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്തിന് സ്വന്തമായി ഒരു AI സിസ്റ്റം വികസിപ്പിക്കാനും കമ്പ്യൂട്ടേഷണൽ ശേഷി വർദ്ധിപ്പിക്കാനും സ്റ്റാർട്ടപ്പുകൾക്ക് സേവനം ലഭ്യമാക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വികസനത്തിന്റെയും പരിവർത്തനത്തിന്റെയും യാത്രയിൽ ജപ്പാനെ സ്വാഭാവിക പങ്കാളിയായാണ് ഇന്ത്യ കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധത്തിലെ നാഴികക്കല്ലായ വർഷമാണ് 2023 ടോക്കിയോയിൽ നടന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത സ്ട്രാറ്റജിക് ഡയലോഗിൽ മന്ത്രി പറഞ്ഞു. ഇന്ത്യ ജപ്പാൻ ബന്ധത്തിൽ സമഗ്ര മുന്നേറ്റം സാധ്യമായതായും പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങളിൽ മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും കാമികാവ യോക്കോയ്ക്കൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂട് സ്ഥാപിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഇന്തോനേഷ്യയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. രാജ്യാന്തര ഇടപാടുകൾക്കായി ഇന്ത്യൻ രൂപയും ഇന്തോനേഷ്യൻ റുപ്പിയയും ഉപയോഗിക്കാനാണ് RBI ഗവർണർ ശക്തികാന്ത ദാസും ബാങ്ക് ഇന്തോനേഷ്യൻ ഗവർണർ പെറി വാർജിയോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തീരുമാനമായത്. സ്വീഡൻ നാറ്റോ അംഗത്വം സ്വീകരിച്ചു. നാറ്റോയുടെ 32ാമത്തെ അംഗമാണ് സ്വീഡൻ. വാഷിംഗ്ടണിലാണ് പ്രവേശന നടപടികൾ പൂർത്തിയായത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് സൈനിക സഖ്യത്തിൽ ചേരാൻ സ്വീഡൻ അപേക്ഷ നൽകിയിരുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വനിതകളിൽ നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസകൾ നേർന്നു. സ്ത്രീകളുടെ നേട്ടങ്ങളും ലിംഗസമത്വത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിലെ വനിതകളുടെ പരിശ്രമങ്ങളെ തിരിച്ചറിയുന്നതിനുമാണ് ഈ ദിനം സമർപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച ഇന്ന് രാവിലെ 11 ഡൽഹിയിൽ ധനമന്ത്രാലയത്തിലാണ് ചർച്ച. സുപ്രീം കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തുന്നത്. ഈ മാസം 13,000 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരുന്നു. തലശ്ശേരിയിലെ പൈതൃക ഇടങ്ങൾ ഏറ്റെടുത്ത് പരിപാലിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി നഗരസഭ സംഘടിപ്പിച്ച തലശ്ശേരി കാർണിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കലാ സാഹിത്യപരമായും സാംസ്കാരികപരമായും ഭരണപരമായും ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തലശ്ശേരിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്പീക്കർ AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കി. തെരഞ്ഞെടുപ്പ് നടപടികളിലെ അപാകതയുടെ പേരിലാണ് പുറത്താക്കൽ. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്, സംസ്കൃത സർവകലാശാല VC ഡോക്ടർ MV നാരായണൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 12 VC ഇൻചാർജ് ഭരണമാകും. ഇന്ന് മഹാശിവരാത്രി. ആലുവ, മണപ്പുറത്ത് ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ശിവപ്രീതിക്കായി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും വിശ്വാസികൾ ഇന്ന് ശിവരാത്രി ആഘോഷിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വ്രതാനുഷ്ഠാന ചടങ്ങുകളും കലാപരിപാടികളും നടക്കും. വ്രതം നോറ്റ ഭക്തർ ഇന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ശിവനെ ഭജിക്കുന്നതാണ് ശിവരാത്രി ആഘോഷം. ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ, മണപ്പുറത്ത് ഇന്ന് അർദ്ധരാത്രിയോടെ പിതൃകർമ്മങ്ങൾ നടക്കും. ഉച്ചയോടെ തന്നെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും. വൈകിട്ടോടെ മണപ്പുറം ജനങ്ങളാൽ നിറയും. ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ എന്നിവയും റെയിൽവേയും ഇന്നും നാളെയും പ്രത്യേക സർവീസുകൾ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്നലെ ചേർന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായി. സംസ്ഥാനത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ ഒട്ടുമിക്കതിലും സിറ്റിംഗ് MPമാർക്ക് പരിഗണന ലഭിക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങിയവരും യോഗത്തിന് എത്തിയിരുന്നു. സന്തോഷ് ട്രോഫി ഫൈനലിൽ ഗോവയും സർവീസസും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ സർവീസസ് മിസോറാമിനെയും ഗോവ മണിപ്പൂരിനെയും പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ രാത്രി 7 മണിക്കാണ് ഫൈനൽ പോരാട്ടം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് എടപ്പാൾ. ഉശിരൻ പോരാട്ടങ്ങൾക്കൊടുവിലായിരുന്നു വടക്ക് കിഴക്കൻ ടീമുകളുടെ മടക്കം. അരുണാചൽ ഇതാദ്യമായി വേദിയായ സന്തോഷ് ട്രോഫിയിൽ ഒരു നോർത്ത് ഈസ്റ്റ് ഡെർബി സംഭവിക്കുമോ എന്ന കാത്തിരിപ്പിന് വിരാമമിട്ട് സർവീസസും ഗോവയും ഫൈനലിൽ. സർവീസസ് 2-1 മിസോറാമിനെ വീഴ്ത്തിയപ്പോൾ ഇഞ്ചോടിഞ്ച് ബലാബലത്തിന്റെ അവസാനത്തിൽ ഗോവ മണിപ്പൂരിനെ മടക്കി. കളിയുടെ 21-ാം മിനിറ്റിൽ തന്നെ മലയാളി താരം രാഹുൽ രാമകൃഷ്ണൻ സർവീസസിന് ലീഡ് സമ്മാനിച്ചു. ഗോൾ മടക്കാനുള്ള മിസോറാം പരിശ്രമങ്ങൾ മുറുകുന്നതിനിടെ വികാസ് താപ്പ സർവീസസിന്റെ ലീഡ് 2 ഉയർത്തി. ഇഞ്ചുറി ടൈമിലായിരുന്നു മിസോറാമിന്റെ മറുപടി ഗോൾ. കളിയുടെ അവസാന നിമിഷങ്ങളിൽ മിസോറാം കൂട്ടപ്പുരുഷ് നടത്തിയെങ്കിലും സമനില നേടാനായില്ല. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ഗോവ കരുത്തരായ മണിപ്പൂരിൽ നിന്ന് പിടിച്ചു വാങ്ങിയ വിജയവുമായാണ് കലാശപ്പോരിലെത്തുന്നത്. നിശ്ചയ സമയത്ത് കളി സമനിലയിൽ ആയതിനെ തുടർന്ന് അധിക സമയത്താണ് വിജയിയെ കണ്ടെത്താനായത്. മരിസ്റ്റോ ഫെർണാണ്ടസ് ആണ് ഗോവയുടെ 2 ഗോളുകളും നേടിയത്. ധരംശാലയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അവസാന ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 1 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിൽ. 57 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സ് 218 റൺസിന് അവസാനിച്ചിരുന്നു. പാരീസിൽ നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനയുടെ ലീ ഷിഫെങ്ങിനെതിരെ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് ജയം. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യയുടെ മാൻ വെയ് ചോങ് ടി കൈ വുൺ സഖ്യത്തെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഉജ്ജ്വല പാചകവാതക സിലിണ്ടറുകളുടെ 300 രൂപ സബ്സിഡി 1 വർഷത്തേക്ക് നീട്ടി. കേന്ദ്ര ജീവനക്കാർക്ക് 4% DA വർധന. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച ഇന്ന്. വനിതകളിൽ നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഇന്ന് മഹാശിവരാത്രി. ആലുവ, മണപ്പുറത്ത് ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ധരംശാല ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.